തമിഴ്നാട്ടിലെ ബി.ജെ.പിക്കാർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ആകാംക്ഷയോടെ നോക്കി നിന്നിരുന്ന ഒരു ഫലപ്രഖ്യാപനം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടെ ചെന്നൈ കോർപ്പറേഷനിലെ 61-ാം വാർഡായ എഗ്മോറിന്റെ തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അവർ കാത്തിരുന്നത്. കാരണം അവിടെ ഒരാൾ മത്സരിക്കുന്നുണ്ടായിരുന്നു. ആ മത്സരിക്കുന്ന ആൾ സംഘപരിവാറിന്റെ തലവേദനയായി മാറിയ, തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ പേടി സ്വപ്നമായി മാറിയ, മതേതര സമൂഹത്തിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ ആൾബലമുള്ള പിന്തുണയുള്ള ഒരു നേതാവ് അവിടെ നിന്ന് ജനവിധി തേടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ബി.ജെ.പിയുടെയും സംഘപരിവാറിന്റെയും ശ്രദ്ധ ഒരു പ്രാവശ്യം ആ വാർഡിലേക്ക് പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ പ്രതീക്ഷകളെയൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് തമിഴ്നാട്ടെ ചെന്നൈ കോർപ്പറേഷനിലെ 61-ാം വാർഡിന്റെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. മുസ്ലിം ലീഗിന്റെ ദേശീയ വനിതാ അധ്യക്ഷയായിട്ടുള്ള ഫാത്തിമ മുസഫർ അവിടെ വിജയക്കൊടി പാറിപ്പിച്ചിരിക്കുകയാണ്. ചെന്നൈ കോർപ്പറേഷനിലേക്ക് ഫാത്തിമ മുസഫർ കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാത്തിമ മുസഫർ ഒരു ഉരുക്ക് വനിത തന്നെയാണ്. തന്റെ വാക്കുകൾ കൊണ്ട്, തന്റെ നിലപാടുകൾ കൊണ്ട്, കൃത്യമായ ഭാഷയിലൂടെ, കൃത്യമായ പോരാട്ടത്തിലൂടെ ബി.ജെ.പിയെ മുൾമുനയിൽ നിർത്തിയ ഇന്ത്യയിലെ ചുരുക്കം ചില വനിതകളിൽ ഒരാൾ തന്നെയാണ് ഫാത്തിമ മുസഫർ. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെയാണ് ഫാത്തിമ മുസഫറിനെ മലയാളികൾ തിരിച്ചറിയുന്നത്. പല പ്രതിഷേധ പരിപാടികളിലും തന്റെ നിലപാട് ഒരു ഭയവും കൂസലുമില്ലാതെ ബി.ജെ.പിക്ക് മുന്നിലും സംഘപരിവാറിന് മുന്നിലും വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത ആ ധീരതക്ക് നമ്മളൊക്കെ കൈയടിച്ചതാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമര പ്രതിഷേധ പരിപാടിയിൽ ഫാത്തിമ മുസഫർ പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് ജനങ്ങൾ കേട്ടു നിന്നിരുന്നു. അതിലൊന്നാണ് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു കയ്യിൽ വിശുദ്ധ ഖുർആൻ, മറ്റൊരു കയ്യിൽ ഈ രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടന. ഇതൊക്കെയായിട്ട് ഞാൻ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ബി.ജെ.പിക്കെതിരെ, ജനാധിപത്യ വിരുദ്ധർക്കെതിരെ, വർഗീയവാദികൾക്കെതിരെ കൃത്യമായ ഭാഷയിൽ പോരാടുമെന്ന് ഫാത്തിമ മുസഫർ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കയ്യടിയോടുകൂടിയിട്ട് മലയാളികൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും ഈ പോരാട്ടം പലപ്പോഴായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഹിജാബ് ധരിച്ചുകൊണ്ട്, പർദ്ദ ഇട്ടുകൊണ്ട് പലപ്പോഴായി വേദിയിൽ കാണുന്ന ഈ വനിതയാരി എന്ന് പലപ്പോഴും പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലാതെയോ അന്വേഷിച്ചപ്പോഴൊക്കെ അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാകുന്ന ഉത്തരം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് തന്നെയായിരിക്കാം. എന്തായാലും ദേശീയ വനിതാ അധ്യക്ഷ എന്ന രീതിയിൽ ലീഗ് ഒരു വലിയ പദവി ഫാത്തിമ മുസഫറിന് നൽകിയപ്പോൾ ഒരുപക്ഷെ ലീഗിന് ലഭിച്ച ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായിരിക്കാം ഫാത്തിമ മുസഫർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, അല്ലെങ്കിൽ ഇതുപോലെ കൃത്യമായ രീതിയിൽ തന്റെ നിലപാടുകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അറിയിക്കാൻ സാധിക്കുന്ന, സ്വീകാര്യതയോടുകൂടിയിട്ട് തന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാൻ തയ്യാറാകുന്ന, ഒരുപക്ഷെ ഹിജാബ് വിഷയത്തിൽ അടക്കം വലിയ പിന്തുണ മതേതര സമൂഹത്തിൽ നിന്നടക്കം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഫാത്തിമ മുസഫർ ഒരു ചില്ലറക്കാരിയല്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഫാത്തിമ മുസഫറിന്റെ. സ്റ്റാലിൻ അടക്കം പ്രശംസിച്ച ഒരു നേതാവ് തന്നെയാണ് ഫാത്തിമ മുസഫർ. അതുകൊണ്ട് ലീഗിന് എന്തുകൊണ്ടും നേട്ടമുണ്ടാക്കി കൊടുത്ത ഒരു ഉരുക്ക് വനിത തന്നെയാണ് ഫാത്തിമ മുസഫർ. ഫാത്തിമ മുസഫറിന്റെ ഈ വിജയം തമിഴ്നാട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ സംഘപരിവാറിനെ, ബി.ജെ.പിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം തട്ടമിട്ടുകൊണ്ട്, ബുർക്ക ധരിച്ചുകൊണ്ട് നിലപാട് പറയുന്ന ഈ സ്ത്രീയെ വെറും മുസ്ലിങ്ങൾ മാത്രമല്ല, ഹൈന്ദവ സഹോദരും ക്രിസ്ത്യാനികളും മതമുള്ളവനും മതമില്ലാത്തവനും സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകൾ ശരിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുമ്പോൾ ബി.ജെ.പിക്ക്, സംഘപരിവാറിന് ഇതിൽ കൂടുതൽ വലിയ തലവേദന വേറെ എന്തുണ്ട്? എന്തായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ലീഗിന് ലഭിച്ച ഒരു പൊൻതൂവൽ തന്നെയാണ് ഫാത്തിമ മുസഫറിന്റെ എഗ്മോറിലെ വിജയം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.